ചേച്ചി പറയാറുണ്ടായിരുന്നു അമ്മച്ചിന്റെ വീഡിയോ കാണുന്നുണ്ട്, അമ്മച്ചിനെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ എന്തായാലും 2 താരങ്ങള് നമ്മുടെ ഈ വേദിയിൽ ഒന്നിച്ചിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പോർക്ക് പെരളനാണ്. അമ്മച്ചി കുറെ പാചകങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മച്ചിയുടെ ടേസ്റ്റ് നോക്കണമല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ ഒരു കാഞ്ഞിരപ്പള്ളി സ്റ്റൈൽ പോർക്ക് പെരളനാണ് വെക്കാൻ പോണത് അല്ലേ അമ്മച്ചി? നമ്മൾ അന്നൊന്ന് വെച്ചിരുന്നു അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ. ഇന്നിപ്പോൾ അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി സ്റ്റൈൽ അമ്മച്ചിന്റെ നാടിന്റെ തന്നെ സ്റ്റൈലിൽ തന്നെ ഒരു പോർക്ക് ഫ്രൈ വെക്കുക. അപ്പം അതിന് വേണ്ട ചേരുവകളും കാര്യങ്ങളെല്ലാം അമ്മച്ചി പറഞ്ഞ് ചെയ്യും. അപ്പം അമ്മച്ചി വെക്കുന്നതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് പോർക്ക് പെരളൻ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, തുടങ്ങുമല്ലേ? തുടങ്ങാം. സ്റ്റവ് എത്തിക്കട്ടെ അമ്മച്ചി? കത്തിക്കാം. അപ്പം അമ്മച്ചി പോർക്ക് ഫ്രൈക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ എണ്ണ ഒടിച്ച് കടുക് പൊട്ടിക്കുന്നു, സവോള വഴറ്റുക. അമ്മച്ചി ഇത് മൊത്തം അച്ചടി ഭാഷയാണ്. പിന്നെ എണ്ണ ഒടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. അമ്മച്ചി നന്നായിട്ട് കടുക് ഇട്ടിട്ടുണ്ടല്ലേ? കടുക് ഇച്ചിരി ഇരിക്കട്ടെ. അതെ, അതല്ലേ കടുക് നല്ലതാണ്. എല്ലാവരും നല്ല കടിയിൽ നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. എല്ലാ സാധനങ്ങളും അത് ഉലുവായാണേലും. ഇനിയിപ്പോൾ ഉലുവയാണോ? ഇനിയിപ്പോൾ ഉലുവായാണ്. ഈ കടുകിന്റെ ആരോഗ്യ ഗുണങ്ങൾ അമ്മച്ചി തന്നെയാട്ടോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നത്. അങ്ങനെ ഓരോ അറിവുകൾ ഓരോ പ്രാവശ്യം കിട്ടുക. അത് ഞാൻ പിന്നീട് പ്രയോഗിക്കും. ഉലുവ കുറച്ച് സ്വല്പം മതി. ഉലുവയിട്ട് എന്താ വേണ്ട എടുത്തു തരാം. തവി വന്നല്ലേ? കറിവേപ്പില രണ്ടതിലിട്. ഇത് മുതിർത്തിട്ടു അമ്മച്ചി. എന്നാ പൊട്ടറ അമ്മച്ചി പൊട്ടുന്ന വിഷമൊക്കെ ആയതുകൊണ്ട് ഇനി നമുക്ക് സബോള ഇടാം. സബോള ഇത് 2 സബോളയാണ്. 2 സബോള. നമ്മള് നമ്മുടെ പോർക്ക് എന്തോരം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? പോർക്ക് 1 കിലോയേ ഉള്ളൂ. 1 കിലോ. അപ്പോൾ 1 കിലോ പോർക്കിന് 2 സബോള. വലിയ സബോള. വലുതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല, എന്നാലും അനുസരിച്ച് ചെറുതെന്ന്. അതെ അതെ. ഇതിപ്പോ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇതാണോ? ബ്രൗൺ കളറാണോ? ഒന്ന് നല്ലപോലെ വഴന്നാ മതി. ഒത്തിരി അങ്ങ് വേഗണ്ട. ഒത്തിരി ബ്രൗൺ കളർ നല്ലപോലെ ആകണ്ട. ഒന്ന് ഒരു നല്ലപോലെ. ലേശം ഉപ്പ് നീര് ചേർക്കാം, എന്നാൽ വേഗം ഒന്ന് വാടിക്കിട്ടും. പോർക്കൊക്കെ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ടോ? പിന്നെ മിക്കവാറും ഉണ്ട്. കറിയാണോ ഇതേപോലെ ഫ്രൈ? രണ്ടും ഉണ്ട്. അമ്മച്ചിക്ക് ഇഷ്ടം അത് പാചകം അതിൻ്റെ അത് ഏത് സാധനമാണോ നമ്മൾ കഴിക്കുന്നത് അതനുസരിച്ചിരിക്കും. ഫ്രൈ ആണോ കറിയാണോ എന്ന് സാഹചര്യം പോലെ ഇരിക്കും. അപ്പൊ എന്ത് കിട്ടിയാലും നന്നായിട്ട് കഴിക്കണമല്ലോ. അതെ, അത് വേണം. എന്നെ കണ്ടറിയാമല്ലേ? പിന്നെ ഒരുവിധം വഴന്ന് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയത്. പേസ്റ്റ് അത്ര നല്ലപോലെ അരിഞ്ഞില്ല, പേസ്റ്റ് ആയില്ല, എന്നാലും ഒരുവിധമായിട്ടുണ്ട്. സവോളയും ഇഞ്ചിയൊക്കെ ഒരുമാതിരി വഴന്നിട്ടുണ്ട്. നമുക്കിതിപ്പം മുളക് പൊടി. ഇത് ചില്ലി പൗഡറാണേ. അതായത് കാശ്മീരി ചില്ലി അല്ലെന്ന്? കാശ്മീരി ചില്ലി അല്ല, സാധാ മുളക് പൊടി. അത് ഒരു 1.5 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും മുളക് പൊടിയായി. ഷിനോയ്, നമുക്കിനി ഒരു 1/2 സ്പൂണ് ഗരം മസാല. ഗരം മസാല അപ്പോൾ ഇനി ലാസ്റ്റും ചേർക്കുമോ? ലാസ്റ്റ് സ്വല്പം ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാകണം. അതെ. ഷിനോയ് അത്യാവശ്യം നല്ലതുപോലെ ഒരു നല്ലപോലെ ഒരു ഉണങ്ങിയ രീതിയിൽ ആകണം. ജസ്റ്റ് ചൂടായ പോരാ. ഷിനോയ് എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായി. നമുക്കിനി ആ പന്നി ഇങ്ങോട്ട്. എന്നെയാണോ പന്നിന്ന് വിളിച്ചത്? അല്ല, പന്നി. ഇടയ്ക്ക് അമ്മച്ചി എന്നെ പന്നിന്നൊക്കെ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നോടുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇല്ല മാറിയല്ല. ഇല്ല. ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട അമ്മച്ചി? വെള്ളം വേണ്ട. ഈ ഇറക്കിയാലേ കുറച്ച് വെള്ളം ഉണ്ടല്ലോ. ഇനി നമ്മൾ ലേശം ഉപ്പ് ചേർക്കുന്നു. അന്നേരമൊക്കെ ഉപ്പും വെള്ളമല്ലേ. അപ്പം ഈ ഇറച്ചിയിലുള്ള ആ വെള്ളം കൊണ്ട് തന്നെ? വെള്ളം കൊണ്ട് തന്നെ. അതെ. നമുക്കിത് കുറേ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ വേണ്ടതെന്ന് എല്ലാം ചെയ്തോണം. ഞാനത് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ റെഡി. ബാക്കി കാര്യം നമ്മൾ ഏറ്റെടുക്കും അല്ലേ? അതെ. ഷിനോയ്, ഇനി ഇതങ്ങ് തൊട്ട് അടച്ചു വെച്ചേരെ. ഒരു 10-30 മിനിറ്റ് വേകണം എന്തായാലും. 30 മിനിറ്റ് എടുക്കും. വേകട്ടെ അല്ലേ? നമുക്ക് എന്തെങ്കിലും കൊച്ചുവർത്താനൊക്കെ പറയാം. അതെ. ഷിനോയ് ഏകദേശം ആയിട്ടുണ്ട്. അമ്മച്ചിയുടെ പോർക്ക് പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്വല്പം കുരുമുളക് പൊടിയും ചേർത്ത്. അതാണ് അവസാനത്തെ മിനുക്ക് പണി. ഇതാണ് കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചതാണേ. നല്ലത്. ഒത്തിരി നൈസായിട്ട് പൊടിക്കുന്നതിലും നല്ല ഇച്ചിരി തരിതരിപ്പായിട്ട് പൊടിച്ച്. ഷിനോ, ഈ കറിവേപ്പില ഒരേതെല്ലാം കൂടെ നമുക്കിടാം. ഒരേതെല്ലാം കൂടെ. നേരത്തെ നമ്മൾ 2 ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പോർക്ക് പെരളിന്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇല്ല, ഒരു സ്വല്പം പരിപാടിയും കൂടെ ഉണ്ട്. നമുക്കൊരു ലേശം വിനാഗിരി വിട്ടണം. അതങ്ങനെ ലാസ്റ്റ് ഒഴിക്കണം എന്നുള്ളതാ? ലാസ്റ്റ് ഒരു ലേശം. പൂർത്തിയായി. ഏകദേശം ഒരു സ്പൂൺ ഏറെക്കുറയുണ്ട്. അപ്പം കാഞ്ഞിരപ്പള്ളി മേരിയമ്മയുടെ പോർക്ക് പെരളൻ റെഡിയായി. നമ്മൾ നേരത്തെ പോർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോർക്ക് ഫ്രൈ ആയിരുന്നു. ഇത് പെരളനാ. അന്ന് പോർക്ക് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വായിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അത് നോക്കി ചെയ്തിട്ട് അതിന്റെ കമന്റ് ചെയ്തവരുണ്ട്. അപ്പം ഇതും അടിപൊളി പോർക്ക് പെരളൻ അല്ലേ? അപ്പം നമ്മുടെ മേരിയമ്മച്ചിയുടെ സ്പെഷ്യൽ വിഭവം നല്ല പോർക്ക് പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ പോർക്ക് പെരളൻ ടേസ്റ്റ് ചെയ്യാനും കുറച്ച് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. എന്തായാലും ആളെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സുജാത ചേച്ചി, അപ്പോൾ ചേച്ചി കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? മലയാള സിനിമകളിൽ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടത്? ഇപ്പം ഞാൻ അഭിനയിച്ചതിൽ ഇറങ്ങിയ പടം അമീറ,
ഇപ്പം അടുത്ത കാലത്ത് ഇറക്കിയത് ഒറിഗാമി. ഇപ്പൊ ഏറ്റവും പുതിയ സിനിമ ഏപ്രിൽ 8-നായിരുന്നു റിലീസ് അല്ലേ? അതെ അതെ. ഓക്കെ. ഒത്തിരി അഭിപ്രായം കേൾക്കുന്ന ഒരു പടം കേട്ടോ. നല്ല ഒരു കുടുംബ ചിത്രമാണെന്ന് തോന്നുന്നു. കുടുംബ ചിത്രമാണ്, പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അതെ ഇറങ്ങുന്നതാണ്. പിന്നെ വേറൊരു ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രം എനിക്ക് തോന്നുന്നത് അമീറ എന്ന് പറയുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. അതിനകത്ത് മീനാക്ഷിയുടെ അത് തന്നെ അതെ. അമ്മച്ചി കണ്ടതാ? ഞാൻ കണ്ടതാ. അത് നല്ല ചിത്രമാണ് അല്ലേ? അതിനകത്തൊരു മുഴുനീള ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടൻ, കോട്ടയം രമേശ് ചേട്ടൻ, പുരുഷൻ ചേട്ടൻ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ട്. പുതുമുഖം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ. പുതുമുഖം എന്ന് മാറിയപ്പോ പരിചിതമായ മുഖമായി മാറി തുടങ്ങി. ഓക്കെ. അപ്പം ഒരുപാട് സിനിമകളിലൊക്കെ കുറെ സിനിമകളിൽ അഭിനയിച്ചു. ഇനി മലയാള സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അത്ര നല്ലൊരു കഥാപാത്രമായി നിറസാന്നിധ്യമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ഈ സംസാരം ടിവിയുടെ ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് വന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചി പറയാറുണ്ടായിരുന്നു അമ്മച്ചിന്റെ വീഡിയോ കാണുന്നുണ്ട്, അമ്മച്ചിനെ നേരിട്ട് കാണണം എന്നൊക്കെ. എന്തായാലും 2 താരങ്ങള് നമ്മുടെ ഈ വേദിയിൽ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. പുതിയ പ്രൊജക്ടുകളൊക്കെ പുതിയത് തമിഴിലോട്ട് 2 വന്നിട്ടുണ്ട്. അപ്പം പിന്നെ മലയാളം വന്നിട്ടുണ്ട്. അപ്പൊ അത് വെയിറ്റിംഗ്, ദൈവം അനുഗ്രഹിച്ചാൽ നല്ല നല്ല റോളുകൾ വരികയാണ്. നല്ല റോളുകൾ കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, അമ്മച്ചിയുടെ അനുഗ്രഹം ഭയങ്കര കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കടമയുണ്ട്. അമ്മച്ചി ഉണ്ടാക്കിയ വിഭവം കഴിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കഴിക്കുക മാത്രം അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. അപ്പം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ഇന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പോർക്ക് പെരളനാണ്. അമ്മച്ചി കുറെ പാചകങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേച്ചി ഒരു കാഞ്ഞിരപ്പള്ളിക്കാരി, മുണ്ടക്കയാണ്. വലിയ അകലില്ല. അതെ അതെ. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ കാഞ്ഞിരപ്പള്ളി സ്റ്റൈൽ പോർക്ക് പെരളൻ സുജാത ചേച്ചി കഴിച്ചു നോക്കാൻ പോവുകയാണ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും കേട്ടോ. അതാണ് ഇത്രയും കൂടുതലിട്ടേക്കുന്നത്. ഞാൻ എന്തായാലും കഴിക്കും. അമ്മച്ചി എനിക്ക് തന്നില്ലല്ലോ, ഞാൻ കഴിക്കും. കേട്ടോ, നമ്മള് മുടങ്ങാതെ ചെയ്യുന്ന പണി അതല്ലേ? അതെ അതെ അതെ. അപ്പം ചേച്ചി അമ്മച്ചിയുടെ ടേസ്റ്റ് ചെയ്യാം. അപ്പം അഭിപ്രായം പറയാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കോ. അടിപൊളിയാ. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏതായാലും ഒന്നുകൂടെ കഴിക്കാം. ആയിക്കോട്ടെ. അതെല്ലേ? ഓക്കെ. ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പ്രത്യേക അഭിപ്രായം പറയുന്നില്ല, ഈ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അടിപൊളിയാ അമ്മച്ചി. കാഞ്ഞിരപ്പള്ളി പോർക്കിന്റെ സ്റ്റൈല് വേറെ തന്നെയാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച അങ്കമാലി പോർക്ക്, ഇത് കാഞ്ഞിരപ്പള്ളി പോർക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പൊ എല്ലാവരും സുജാത ചേച്ചിന്റെ സിനിമകൾ കാണണം. ഒപ്പം അമ്മച്ചിയുടെ പോർക്ക് പെരളൻ വെച്ച് നോക്കി അഭിപ്രായങ്ങളും പറയണം. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും, സുജാത ഒരു പോർക്ക് ഫ്രൈ വെച്ചിട്ട് അത് കഴിച്ചുകൊണ്ട് സുജാത ചേച്ചിന്റെ സിനിമ കാണാം അല്ലേ? അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാം. ഇഷ്ടം പോലെ. അപ്പം നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും